Q symmetric matrixനെയും സിമെട്രിക് മെട്രിക്സിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണ്. ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ വിത്ത് റിയൽ നമ്പർ എൻട്രീസ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പം ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ പ്രൂഫ് എടുത്തു നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ബീനെ ലെറ്റ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്ത് നോക്കാം. ദെൻ ഞാനിപ്പം ഈ രണ്ട് LHSഉം RHSഉം അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കിയാണ്. അപ്പോൾ ബി ട്രാൻസ്പോസ് എടുക്കുന്നു. ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ, ഈ സൈഡ് എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. അതെന്താണ്? നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടീസ്. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. അത് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എ ട്രാൻസ്പോസ് അതേപോലെ വന്നു. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? എ ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടീസ്. ഇനി എ ട്രാൻസ്പോസ് പ്ലസ് എ നമുക്ക് തിരിച്ച് വേണമെങ്കിൽ എഴുതാം, മാറ്റം വരില്ല. അതുകൊണ്ട് നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് തിരിച്ചെഴുതി, എ പ്ലസ് എ ട്രാൻസ്പോസ്. അതെന്തുകൊണ്ടാണ്? എ പ്ലസ് ബി ആയാലും ബി പ്ലസ് എ ആയാലും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇത് തിരിച്ചെഴുതിയത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പം ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ആയിട്ട് കിട്ടി. ദെയർഫോർ ബി ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ഇനി ലെറ്റ് സി ഈസ് ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ്. സി എന്നിട്ട് നമ്മൾ ട്രാൻസ്പോസ് എടുത്ത് രണ്ട് സൈഡിലും ഞാൻ ട്രാൻസ്പോസ് എടുത്ത് നോക്കുകയാണ്. സി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. അതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. അപ്പോൾ എന്തായിട്ട് മാറും? എ ട്രാൻസ്പോസ് മൈനസ് എ എന്നായിട്ട് മാറും. എ ട്രാൻസ്പോസ് മൈനസ് എ. ഇനി ഞാൻ അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു കോമൺലി ഒരു മൈനസ് ഔട്ട് എടുക്കുകയാണ്. മൈനസ് ഔട്ട് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? പിന്നെ ഇത് ഇപ്പർ സൈഡിൽ വരും. അതായത് ഈ മൈനസ് എ പോസിറ്റീവ് ആയി മാറും. ഈ എ ട്രാൻസ്പോസ് മൈനസ് ആയിട്ട് മാറും. അപ്പം മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് വന്നു. എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ്? സി ആണ്. അപ്പോൾ മൈനസ് സി. അപ്പോൾ സി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് സി എന്ന് കിട്ടി. സോ ദെയർഫോർ സി ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. 2. Any square matrix can be expressed as the sum of a symmetric and a skew symmetric matrix. ഒരു സ്ക്വയർ മാട്രിക്സിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് എഴുതാമെന്ന് സം ഓഫ് സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ ലെറ്റ് എ ബി എ സ്ക്വയർ മാട്രിക്സ്, ദെൻ വി ക്യാൻ റൈറ്റ് എ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അതായത് നമുക്ക് ഇങ്ങനെ സ്ക്വയർ മാട്രിക്സിനെ ഇങ്ങനെ എഴുതാം, സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എന്ന് എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. സ്ക്വയർ മാട്രിക്സ് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക്കും ആണെന്ന് പഠിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് എ പ്ലസ് എ ട്രാൻസ്പോസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതും ഒരു സിമെട്രിക് ആയിരിക്കും. അതേപോലെ ഏതെങ്കിലും കോൺസ്റ്റന്റിനെ കൊണ്ട് എ മൈനസ് എ ട്രാൻസ്പോസിനെ ചെയ്താൽ അതും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. എക്സാമ്പിൾ 4782. എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്, എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് വി മൾട്ടിപ്ലൈ എനി കോൺസ്റ്റന്റ് say k with a plus a transpose, then also it will be symmetric, and multiply k with a minus a transpose, then it is also skew symmetric matrix. So നമുക്ക് എങ്ങനെ അതിനെ റൈറ്റ് ചെയ്യാം? a is equal to, ഇപ്പം ഞാനിവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ എഴുതുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. a ആണോ എന്ന് നോക്കാം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം കണ്ടോ, ഞാൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് നോക്കുമ്പം എനിക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്നതും എ ആണ്. അപ്പം നമുക്ക് ഒരു സ്ക്വയർ മാട്രിക്സിനെ എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം.
ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ നമ്മൾ തന്ന എക്സാമ്പിൾ എയുടെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കാം അത് ശരിയാണോ എന്ന്. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. എ തന്നിട്ടുണ്ടായിരുന്നു. എ ട്രാൻസ്പോസ് 4872. എ ഇതാണ് 4782. സോ എ ട്രാൻസ്പോസ് 4872. ദെൻ എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇനി എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ കിട്ടുന്നു. ഇനി നമ്മൾ എ ഇസിക്വൽ ടു നമ്മളെന്താണ് എ പ്ലസ് എ ട്രാൻസ്പോസ് 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ. അപ്പം അങ്ങനെ കിട്ടുമെന്ന് നോക്കാം. 1/2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എ പ്ലസ് എ ട്രാൻസ്പോസിനെ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇനി 1/2 കൊണ്ട് എ മൈനസ് എ ട്രാൻസ്പോസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് എ കിട്ടുമെന്ന് അറിയാം. അപ്പം ഞാൻ ആഡ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ 4ഉം 0യും 4, പിന്നെ ഇതും 14/2 ദാറ്റ് ഈസ് 7, 15/2 1/2 16/2 ദാറ്റ് ഈസ് 8, 2 + 0 2. അപ്പം നമുക്ക് 4782 എന്ന് കിട്ടി. 4782 എന്താണ്? എ ആണ്. സോ ഇറ്റ് ഈസ് കറക്റ്റ്. ദാറ്റ് ഇക്വേഷൻ ഈസ് കറക്റ്റ്. എലമെൻ്ററി ഓപ്പറേഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. There are 6 operations or transformations on a matrix, 3 of which are due to rows and 3 of which are due to columns, which are known as elementary operations or transformations. എത്ര എണ്ണമാണെന്ന് എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്നത്? 6 എലമെൻ്ററി ഓപ്പറേഷൻ ഉണ്ട് ടോട്ടൽ. അതിൽ 3 എണ്ണം 3 എലമെൻ്ററി റോ ഓപ്പറേഷൻ ആൻഡ് 3 എലമെൻ്ററി കോളം ഓപ്പറേഷൻ. എന്താണ് ഫസ്റ്റ് എലമെൻ്ററി ഓപ്പറേഷൻ നോക്കാം. നമ്മളിവിടെ ജസ്റ്റ് എന്താണ് എലമെൻ്ററി ഓപ്പറേഷൻ എന്നേ നോക്കുന്നുള്ളൂ. അതിൻ്റെ യൂസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ദ ഇൻ്റർചേഞ്ച് ഓഫ് എനി 2 rows ഓർ 2 columns. എന്താ പറയുന്നതെന്ന് നോക്കാം. സിംബോളിക്കലി ദ ഇൻ്റർചേഞ്ച് ഓഫ് ith and jth rows ഈസ് ഡിനോട്ടഡ് ബൈ ri interchanging to rj, and interchange of ith and jth column is denoted by ci interchanging to cj. Example, applying r1 interchanging to r2 to a. ഇപ്പോൾ ഒരു എ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്നത്? r1 interchanging to r2. r1 r2 ആയിട്ട് മാറുന്നു, r2 r1 ആയിട്ടും മാറും. അപ്പം നമുക്ക് ഇതിനെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഉണ്ടോ? 1 2 1 ഇവിടെ സെക്കൻഡ് റോ ആയിട്ട് മാറി. -1√3 ഫസ്റ്റ് റോ ആയിട്ട് മാറി. ഇതേപോലെ നമുക്ക് കോളം ഏതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്താലും ആ കോളത്തിനെയും വേറൊരു കോളത്തിനെയും തമ്മിൽ ഇൻ്റർചേഞ്ചും ചെയ്യാം. ഓക്കെ. ഇനി സെക്കൻഡ് ട്രാൻസ്ഫർമേഷൻ, ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് എനി റോ ഓർ കോളം ബൈ എ നോൺ സീറോ നമ്പർ. Symbolically, the multiplication of each element of the ith row by k, where k not equal to 0 is denoted by ri in changing to k into ri. So, ഇവിടെ എന്താ പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എനി റോ ഓർ കോളം ബൈ എ നോൺ സീറോ നമ്പർ. നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സിൻ്റെ എനി റോ അല്ലെങ്കിൽ എനി കോളത്തിന് നമുക്ക് ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ri ചേഞ്ചിങ് ടു k ഇൻറ്റു ri ഉണ്ടോ? ഇതാണ് ആ കോൺസ്റ്റൻറ്റ്. ഇതുകൊണ്ട് നമ്മൾ റിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചേഞ്ച് ചെയ്യും. അപ്പം എക്സാമ്പിൾ നോക്കാം. കറസ്പോണ്ടിങ് കോളത്തിനെ ആണെങ്കിലോ കോളം ഓപ്പറേഷൻ ആണെങ്കിലോ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ci ചേഞ്ചിങ് ടു k ഇൻറ്റു ci. എക്സാമ്പിൾ നോക്കാം. 1/7 ഇൻറ്റു c3 ടു b. അപ്പം 1/7 കൊണ്ട് c3 എന്ന കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് എഴുതണം. c3 എന്ന കോളം ചേഞ്ച് ആയിട്ട് 1/7 ഇൻറ്റു c3 ആയി മാറും. കണ്ടോ? ബിയിൽ c3 എന്ന കോളത്തിൽ 1ഉം 1ഉം ആയിരുന്നു എലമെൻറ്റ്. നമുക്ക് 1/7 c3 ചെയ്യുമ്പോൾ നമുക്ക് 1/7 എന്ന് മാറി കിട്ടി. കണ്ടോ? മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റി എഴുതി. തേർഡ് എലമെൻ്ററി ഓപ്പറേഷൻ, the addition to the elements of any row or column, the corresponding elements of any other row or column multiplied by any non-zero number. Symbolically, the addition to the elements of ith row, the corresponding elements of jth row multiplied by k is denoted by ri changing to ri plus k into rj.
corresponding column operation is denoted by Ci changing to Ci plus K into Cj. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഒരു സി എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട് 1 2 2 -1. അതിൻ്റെ റോ 2 എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. റോ 2 ചേഞ്ചിങ് ടു റോ 2 മൈനസ് 2 ഇൻറ്റു റോ 1. അപ്പോൾ നമ്മുടെ റോ 1-ന് ഒരു ചേഞ്ചും ഇല്ല. റോ 2-നാണ് ഇവിടെ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നത്. റോ 2 മൈനസ് 2 ഇൻറ്റു റോ 1. അപ്പം റോ 2-ൻ്റെ എലമെൻസിനെ എല്ലാത്തിനെയും മാറ്റി നമുക്ക് എങ്ങനെ എഴുതണം? റോ 2 മൈനസ് 2 ഇൻറ്റു റോ 1 ആക്കി എഴുതണം. അപ്പോൾ നമ്മുടെ 2 മൈനസ് 2 ഇൻറ്റു 1. 2 minus 2 into 1 is 2 minus 2, 0. ഇനി minus 1 minus 2 into 2. Minus 1 minus 2 into 2, minus 4. Minus 1 minus 4, that is minus 5. Okay. Invertible matrices. If A is a square matrix of order M and if there exists another square matrix B of the same order M such that A into B is equal to B into A which is equal to I. I is a identity matrix. Then B is called the inverse matrix of A and it is denoted by A inverse. In that case A is said to be invertible. എക്സാമ്പിൾ വെച്ച് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? A into B is equal to B into A ആണെങ്കിൽ അത് രണ്ടും ഇസ് ഈക്വൽ ടു ഐ. എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ വിച്ച് ഈസ് ഈക്വൽ ടു ഐ. ഒരു എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എനെ എന്ത് പറയാം? ഇൻവേർട്ടിബിൾ എന്ന് പറയാം. ഇതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ബീനെ എന്ത് വിളിക്കാം? ബി ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് മെട്രിക്സ് ഓഫ് എ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ് ആൻഡ് എ ഈസ് സെഡ് ടു ബി ഇൻവേർട്ടിബിൾ. അപ്പോൾ എക്സാമ്പിൾ വെച്ച് നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 2 3 1 2 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2 മൈനസ് 3 മൈനസ് 1 2. ഇത് രണ്ടും സെയിം ഓർഡർ ആയിട്ടുള്ള രണ്ട് മെട്രിസസ് ആണ്. ഇനി എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ഐയും ഈക്വൽ ആയിട്ട് ഈസ് ഈക്വൽ ടു ഐ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബി ഈസ് ഇൻവേഴ്സ് മെട്രിക്സ് ഓഫ് എ എന്ന് പറയാം. അപ്പം എ ഇൻറ്റു ബി ചെയ്ത് നോക്കാം. ഓർഡർ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ. എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു നമുക്ക് ഐ എന്ന് കിട്ടി കണ്ടോ, 1 0 0 1. ദാറ്റ് ഈസ് എ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ആൻഡ് ബി ഇൻറ്റു എയും ചെയ്ത് നോക്കുന്നു. ബി ഇൻറ്റു എയും ചെയ്തപ്പോൾ നമുക്ക് സെയിം തന്നെ കിട്ടി, ഐ തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ എന്ന് വിളിക്കാം. ബി എങ്ങനെ ഡിനോട്ട് ചെയ്യും? ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് എഴുതും. ആൻഡ് എ എന്തെന്ന് പറയും? എ ഓൾസോ ഇൻവേഴ്സ് ഓഫ് ബി ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഒരു നോട്ട്. A rectangular matrix does not possess inverse matrix. Since for products BA and AB to be defined and to be equal, it is necessary that matrices A and B should be square matrices of the same order. അത് നമ്മൾ പറഞ്ഞു, സെയിം മെട്രിക്സസ് ആയിരിക്കണം, സ്ക്വയർ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ആയിരിക്കണം. ഇഫ് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ദെൻ എ ഈസ് ഓൾസോ ദ ഇൻവേഴ്സ് ഓഫ് ബി. ഓക്കെ, തിയറം യൂണീക്നെസ് ഓഫ് ഇൻവേഴ്സ്. Inverse of a square matrix if it exists is unique. Proof നോക്കാം. Let A is equal to Aij be a square matrix of order M. If possible, let B and C to be two inverses of A. We shall show that B is equal to C since B is the inverse of A. നമുക്ക് നോക്കാം. എ ബി is equal to B A is equal to I നമ്മൾ നേരത്തെ നോക്കി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇക്വേഷൻ 1 ആയിട്ട് കൊടുത്തു. സിൻസ് സി ഈസ് ഓൾസോ ദ ഇൻവേഴ്സ് ഓഫ് എ, വി ക്യാൻ റൈറ്റ് എ സി ഈസ് ഈക്വൽ ടു സി എ ഈസ് ഈക്വൽ ടു ഐ, ഇക്വേഷൻ നമ്പർ 2. ദസ് ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ വിച്ച് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ സി ഈസ് ഈക്വൽ ടു, ഇതിനെ റീഅറേഞ്ച് ചെയ്ത് നോക്കാം, ബി എ ഇൻറ്റു സി. സോ ബി എ എന്താണ്? ഐ. ഐ ഇൻറ്റു സി ഈസ് ഈക്വൽ ടു സി. ഇനി തിയറം 2. If A and B are invertible matrices of the same order, then AB the whole inverse is equal to B inverse into A inverse. അത് നോക്കിക്കോളാം, ഓർഡർ നോക്കിക്കോളാം. AB the whole inverse is equal to B inverse into A inverse ആണ്.
proof. From the definition of a matrix we have AB into AB inverse is equal to I. Or നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എ ഇൻവേഴ്സ് കൊണ്ടിട്ട് ബോത്ത് സൈഡ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ. ദെൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണ് ഈ ബ്രാക്കറ്റ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ ക്ലബ് ചെയ്തു ഇൻറ്റു ബി. ദെൻ എ ബി ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻവേഴ്സ് തന്നെയാണ്. ഇനി നെക്സ്റ്റ് എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാലും ഐ തന്നെയാണ്. അപ്പം ഐ ഇൻറ്റു ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഇസിക്വൽ ടു എ ഇൻവേഴ്സ്. ദെൻ ഐ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്. ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഇസിക്വൽ ടു എ ഇൻവേഴ്സ്. ദെൻ രണ്ട് സൈഡിലും ഒരു ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഇസിക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ദെൻ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇനി ഐ ഇൻറ്റു എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ബി ഇൻവേഴ്സ് തന്നെയാണ്. ഹെൻസ് എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ബൈ എലമെന്ററി ഓപ്പറേഷൻസ്. എലമെന്ററി ഓപ്പറേഷൻസ് ചെയ്യുന്നത് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ്. ഇഫ് എ ഈസ് എ മെട്രിക്സ് സച്ച് ദാറ്റ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ്, then to find A inverse using elementary row operations, write A is equal to I into A and apply a sequence of row operations on A is equal to IA till we get I is equal to B into A. The matrix B will be the inverse of A. Similarly, if we wish to find A inverse using column operations, then write A is equal to A into I and apply a sequence of column operations on A is equal to A into I till we get I is equal to A into B. Remark: in case after applying one or more elementary row or column operations on A is equal to IA or A is equal to A into I, if we obtain all zeros in one or more rows of the matrix A on LHS, then A inverse does not exist. എന്താ ഇവിടെ പറയുന്നത്? ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ബൈ എലമെന്ററി ഓപ്പറേഷൻസ്. ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. അതിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ എനെ എങ്ങനെ എടുത്ത് എഴുതണം? എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതുക. എന്നിട്ട് യൂസിങ് റോ ഓപ്പറേഷൻ വെച്ച് എ ഇൻവേഴ്സ് കാണുകയാണെങ്കിലാണ് ഈ പറയുന്നത്. Apply a sequence of row operations on A is equal to I into A till we get I is equal to B into A. അപ്പം നമ്മൾ ഇവിടെ A is equal to I into A എന്നെടുത്ത് എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ A I ആയിട്ട് മാറണം. ഈ A എന്ന് എഴുതിയ സ്ഥലം അവിടെ I ആയിട്ട് മാറണം. ഈ I എന്തായിട്ട് മാറും? ഇവിടെ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി സം ഓപ്പറേഷൻസ് ഒരു ഐ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഈ ഇവിടുത്തെ ഐഡന്റിറ്റി മെട്രിക്സ് ഐ മാറിയിട്ട് എന്തായിട്ട് മാറും? വേറൊരു മെട്രിക്സ് ആയിട്ട് മാറും. അത് ബി. അപ്പോൾ നമുക്ക് അത് ഒരു മെട്രിക്സിനെ നമ്മൾ അതിനെ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ആയിട്ട് മാറും. അങ്ങനെ മാറുന്നവരെ നമ്മൾ ചെയ്യണം. ഈ സൈഡ് ഐ ആവണം, ഇപ്പുറം ബി ഇൻറ്റു എയും ആവണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇൻവേഴ്സ് ഓഫ് എ എന്ന് എഴുതാം. സിമിലർലി ഇഫ് വി വിഷ് ടു ഫൈൻഡ് എ ഇൻവേഴ്സ് യൂസിങ് കോളം ഓപ്പറേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം റൈറ്റ് എ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഐ എന്ന് എഴുതണം. ആൻഡ് അപ്ലൈ എ സീക്വൻസ് ഓഫ് കോളം ഓപ്പറേഷൻസ് ഓൺ ദിസ് എ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഐ till we get ഈ പോർഷൻ എന്തായിട്ട് മാറണം? ഐ ആയിട്ട് മാറണം. ഇതെന്തായി മാറും? എ ഇൻറ്റു ഇ ആയി മാറിയിട്ട് ഇവിടെ ഒരു ബി ആവും. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പം ഇത് നോക്കുക. ഇൻ കേസ് ആഫ്റ്റർ അപ്ലൈയിങ് വൺ ഓർ മോർ എലമെന്ററി റോ ഓർ കോളം ഓപ്പറേഷൻസ് ഓൺ എ ഇസ് ഈക്വൽ ടു ഐ എ അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഐ, ഇഫ് വി ഒബ്റ്റെയിൻ ഓൾ സീറോസ് ഇൻ വൺ ഓർ മോർ റോസ് ഓഫ് ദ മെട്രിക്സ് എ ഓൺ എൽ എച്ച് എസ്, ദെൻ എ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എൽ എച്ച് എസ് സൈഡിൽ നമ്മളിപ്പം റോ അല്ലെങ്കിൽ കോളം ഓപ്പറേഷൻ അപ്ലൈ ചെയ്തിട്ട് ഒരു എ ഇൻവേഴ്സ് കാണുകയാണ്. അത് കാണുന്നതിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് റോ, അതായത് ഒന്നിൽ കൂടുതൽ റോസിൽ എല്ലാ എലമെൻസും 0 ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്?
അതിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ബൈ യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻസ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 1 to 2 - 1. എങ്ങനെ നോക്കാം? സോ ആദ്യം ഞാൻ റോ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്, എലമെൻ്ററി റോ ഓപ്പറേഷൻസ്. അപ്പം ഫസ്റ്റ് എലമെൻ്ററി റോ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? എ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എടുത്ത് എഴുതണം. അപ്പം എ 1 to 2 - 1 ഇസ് ഈക്വൽ ടു ഐ 1 0 0 1 ഇൻറ്റു എ. ദെൻ ഇനി ഞാൻ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ എലമെൻറ്റിനെ 0 ആക്കാൻ പോവാണ്. അപ്ലൈയിങ് R2 ചേഞ്ചിങ് ടു R2 - 2R1. അപ്പം ഞാൻ റോ 2വിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം റോ 2 ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വന്നു 1 2 0 - 5 ഇസ് ഈക്വൽ ടു 1 0 - 2 1 എന്ന് വന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ റോ 2 ചേഞ്ചായി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ സെക്കൻഡ് റോയുടെ തന്നെ ഈ എലമെൻറ്റ് എനിക്ക് 1 ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈയിങ് R2 ചേഞ്ചിങ് ടു -1/5 R2 ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഈ എലമെൻറ്റ് 1 ആയിട്ട് വന്നു, 0ഉം 1ഉം വന്നു. ദെൻ ഇനി നമുക്ക് ഒരു എലമെൻറ്റും കൂടെ 0 ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവും. അപ്പോൾ അതിൻ്റെ അടുത്ത ഇതിൽ അപ്ലൈയിങ് R1 ചേഞ്ച് ചെയ്യുന്നു. R1 ചേഞ്ചിങ് ടു R1 - 2 R2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 0 0 1 എന്ന് കിട്ടി. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് കിട്ടി. അപ്പോൾ ഈ ബീനെ എന്ത് വിളിക്കാം? എ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. ഇനി കോളം ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ നോക്കിക്കോളൂ. എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം എ ഇസിക്വൽ എ ഇൻറ്റു ഐ എന്ന് എടുത്ത് എഴുതണം. എന്നിട്ട് അതിൽ കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവസാനം എന്തായിട്ട് വരണം? എ ഇൻറ്റു ഐ ഇസിക്വൽ ടു എ ഇൻറ്റു ബി എന്ന് വരണം. അപ്പോൾ ആ ബീനെ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് കണ്ടുപിടിക്കാം. നമുക്കിന്ന് മെട്രിക്സ് ചാപ്റ്ററിൻ്റെ എക്സസൈസ് 3.1 കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓൾറെഡി ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സസൈസസിൻ്റെ നോട്ട്സ് സൊല്യൂഷൻസ് കിട്ടിയത് കൊണ്ടാണ് ടെസ്റ്റ് പേപ്പർ അപ്പോഴേ ഇട്ടത്. എന്തായാലും ഞാൻ ഇന്ന് എക്സസൈസ് 3.1 ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, എക്സസൈസ് 3.1ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ മെട്രിക്സ് എ 2 5 19 - 17 35 - 2 5/2 12 √3 1 - 5 17. Write the order of the matrix, the number of elements, then write the elements A13 A21 A33 A24 and A23. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്, അതിൻ്റെ ഓർഡർ ഓഫ് ദ മെട്രിക്സും നമ്പർ ഓഫ് എലമെൻറ്റ്സും എഴുതണം. പിന്നെ സം പൊസിഷൻ തന്നിട്ടുണ്ട്, ആ പൊസിഷനിലുള്ള എലമെൻറ്റ്സും എഴുതണം. അത് നിങ്ങൾക്ക് അറിയാം എന്താണ് ഓർഡർ. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും? ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും കണ്ടുപിടിക്കണം. 1 2 3 റോസ്, ദെൻ 1 2 3 4 കോളംസ്. അപ്പോൾ ഇതെന്ത് മെട്രിക്സാണ്? ഇതൊരു 3/4 മെട്രിക്സാണ്. പിന്നെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് നമ്പർ ഓഫ് റോസ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ 3 × 4 = 12 എലമെൻറ്റ്സ് ഇൻ ദ മെട്രിക്സ് എ. ഇനി ഓരോ പൊസിഷനിലുള്ള എലമെൻറ്റ്സ് ഏതാണെന്ന് A13 ഏതാണെന്ന് നോക്കുക. ഫസ്റ്റ് റോയിൽ തേർഡ് കോളം എലമെൻറ്റ് 19, A13 19. A21 ആണെങ്കിലോ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് 35. A33 തേർഡ് റോയിലെ തേർഡ് എലമെൻറ്റ് -5. ദെൻ A24 12, A23 5/2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ് A = Aij whose elements are given by Aij = I + j the whole square / 2. അപ്പം നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. Aij എലമെൻറ്റ്സ് എങ്ങനെയാണ് വരേണ്ടത്? I + j the whole square / 2.
അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഒരു 2x2 മാട്രിക്സ് ആയതുകൊണ്ട് 2 റോസും 2 കോളംസും ഉണ്ടാവും. അപ്പം നമുക്ക് ഓരോ എലമെൻറ്റിനെ എങ്ങനെ എഴുതാം? A11, A12, A21, A22 എന്ന് എഴുതാം. ഇനി A11 പൊസിഷനിൽ എലമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഐയുടെയും ജെയുടെയും വാല്യൂവിൻ്റെ അടുത്ത് വാല്യൂവിന് ഐയുടെയും ജെയുടെയും വാല്യൂ 1, 1. അപ്പം ഫസ്റ്റ് കണ്ടീഷനിൽ A11 is equal to 1 plus 1 the whole square by 2 is equal to 4 by 2 is equal to 2. A12 ആണെങ്കിലോ I1 J2 1 plus 2 the whole square by 2 9 by 2. A21 2 plus 1 the whole square by 2 9 by 2. A22 2 plus 2 the whole square by 2 16 by 2 8. നമുക്കിന്ന് 7th ക്വസ്റ്റ്യൻ നോക്കാം. 3.1-ലെ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് A, B, C ആൻഡ് D ഫ്രം ദ ഇക്വേഷൻ. തന്നിട്ടുണ്ട് ഇക്വേഷൻ. നമുക്ക് ഈ 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. രണ്ടും 2x2 മെട്രിക്സ് ആണ്. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആദ്യത്തേത് എന്താണ്? A minus B is equal to -1, 2A minus B is equal to 0. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എയുടെയും ബിയുടെയും വാല്യൂ കിട്ടാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം A minus B is equal to -1 ഇക്വേഷൻ 1 എന്നും 2A minus B is equal to 0 ഇക്വേഷൻ 2 എന്നും എഴുതുക. 1ഉം 2ഉം സോൾവ് ചെയ്യുമ്പം നമുക്ക് എങ്ങനെയാണ് A1ഉം B2 ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ 2A minus B is equal to 0 എന്ന് കിടക്കുന്നതിനെ അതിൽ നിന്ന് പിന്നെ എയുടെ വാല്യൂ കണ്ടുപിടിക്കുവാണ്. അപ്പം 2A is equal to B. ബീനെ അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2A is equal to B. അപ്പോൾ A എന്തായിരിക്കും? B/2. അപ്പം എയുടെ വാല്യൂ നമുക്ക് B/2 എന്ന് കിട്ടി ഇവിടെ. ഇതിനെ ഞാൻ ഈ എയുടെ വാല്യൂവിനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പം ഇവിടെ A minus B is equal to -1 എന്ന് കിടപ്പുണ്ട്. അതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതി A is equal to -1 plus B എന്ന് എഴുതി ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ എയുടെ വാല്യൂ B/2 എന്ന് എഴുതി. B/2 അതായത് നമ്മുടെ ഈക്വേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചത് B/2 എന്ന് എഴുതി. B/2 is equal to -1 plus B. അങ്ങനെ വരുമ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? B/2 മൈനസ് B is equal to -1. പിന്നെ അതിനെ സോൾവ് ചെയ്യുന്നു. അപ്പം നമുക്ക് B minus 2B/2 എന്ന് കിട്ടുന്നു. പിന്നെ അപ്പോൾ -B is equal to -2 എന്ന് വരുന്നു. B is equal to 2 എന്നും വരുന്നു. അപ്പോൾ B is equal to 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ A എത്രയായിരിക്കും? A is equal to അപ്പോൾ പിന്നെയും അതിലേക്ക് A minus B is equal to -1 എന്ന ഇക്വേഷനിലേക്ക് പിന്നെയും ബിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. നമുക്ക് അപ്പോൾ എയും കിട്ടും. അങ്ങനെയാണ് A is equal to 1 എന്നും B is equal to 2 എന്നും നമുക്ക് കിട്ടിയത്. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്ത് നോക്കാം. പിന്നെ സിമിലർലി നമ്മൾ നെക്സ്റ്റ് നമുക്കിനി C കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 2A plus C is equal to 5 എന്നുണ്ട്. നമുക്ക് ഓൾറെഡി A കിട്ടിക്കഴിഞ്ഞു. അപ്പം എയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് C കണ്ടുപിടിക്കാം. 2 into 1 plus C is equal to 5, then C is equal to 3. അതേപോലെ 3C plus Dയിൽ സിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്തിട്ട് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 10th ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഓൾ പോസിബിൾ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 matrices of order 3/3 with each entry 0 or 1 is A 27, B 18, C 81, D 512. The number of all possible matrices of order 3/3 with each entry 0 or 1 ആണ് നമുക്ക് അത് ഇതിൽ ഏത് ഓപ്ഷനാണ് അത് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഒരു മെട്രിക്സിൻ്റെ ഓരോ എൻട്രിയും 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അതായത് ഓരോ എലമെൻറ്റും 0 or 1 ആവാൻ ചാൻസ് ഉള്ള എത്ര മെട്രിക്സ് നമുക്ക് ഇതാക്കാം,
പിന്നെ എത്ര മെട്രിസസിനെ നമുക്ക് ഫോം ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താ മെട്രിക്സ് ആസ് 3/3, അതായത് 3/3 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് എത്ര ആയിരിക്കും? 3 × 3 ആയിരിക്കും. = 9 എലമെൻറ്റ്സ്. ആ 9 എലമെൻറ്റ്സിന് ഓരോ എലമെൻറ്റിനും 0 അല്ലെങ്കിൽ 1 എൻട്രി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 0 ഒരു എൻട്രി ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. അങ്ങനെയാണെങ്കിൽ ഓരോ എലമെൻറ്റിനും 2 എൻട്രീസ് ഉള്ളത് കൊണ്ട് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും ടൈംസ് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? പോസിബിൾ മെട്രിസസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 എൻട്രീസ് ആയതിൻ്റെ പേരിൽ 2^9 എത്രയാണ്? 512. അപ്പം ദ നമ്പർ ഓഫ് ഓൾ പോസിബിൾ മെട്രിസസ് ഓഫ് ഓർഡർ 3/3 വിത്ത് ഈച്ച് എൻട്രി 0 or 1 ഈസ് 512. നമ്മളിനി എക്സസൈസ് 3.2 ആണ് ചെയ്യുന്നത്. എക്സസൈസ് 3.1-ലെ ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് വെച്ച് ചെയ്ത് നോക്കുക. പിന്നെ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് എക്സസൈസ് 3.2 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അസൈൻമെൻറ്റായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താലും മതി. ഓക്കെ, അസൈൻമെൻറ്റായിട്ട് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക ബാലൻസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എക്സസൈസ് 3.2 നമുക്ക് നോക്കാം. എക്സസൈസ് 3.2, let A is equal to 2, 4, 3, 2, B is equal to 1, 3, minus 2, 5, C is equal to -2, 5, 3, 4. Find each of the following. നമുക്ക് ക്വസ്റ്റ്യൻ 1 ആണ് ചെയ്യുന്നത് എക്സസൈസ് 3.2-ലെ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് A+B കാണുക. A+B ആണ്. സെക്കൻഡ് പാർട്ട് A-B കാണുക. തേർഡ് പാർട്ട് 3A-C കാണുക. ഫോർത്ത് പാർട്ട് A×B കാണുക. ഫിഫ്ത്ത് പാർട്ട് B×A കാണുക. അപ്പോൾ ഇതെങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ എക്സാമ്പിൾസ് നേരത്തെ പഠിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ തിയറി എടുത്ത ടൈമിൽ. ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളിത് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. A+B എന്താണ്? A+B ചെയ്യാനായിട്ട് നമ്മൾ എന്താ നോക്കേണ്ടത്? ഇതിൻ്റെ ഈ രണ്ട് എയുടെയും ബിയുടെയും ഓർഡർ കറക്റ്റാണോ? ഓർഡർ സെയിം ആണെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർഡർ 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ തമ്മിൽ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് 3, 7, 1, 7 എന്ന് കിട്ടുന്നു. ഇനി A-B ചെയ്യണം. അതിനും നമ്മൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി 3A-C എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം 3 × A കാണണം, പിന്നെ അതിൽ നിന്ന് പിന്നെ -C. അപ്പോൾ -C ആദ്യം 3 × A കാണുക. ഈ സ്റ്റെപ്പിൽ 3 × A - C. 3 × A കണ്ടിട്ട് പിന്നെ അതിനെ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് അവസാനം ആൻസർ കിട്ടുന്നത് 8, 7, 6, 2. ഓക്കെ, ഇനി A multiplied by B 2, 4, 3, 2, 1, -2, 3, 5. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? ഓർഡർ നോക്കണം. പിന്നെ ഓർഡർ നോക്കുമ്പോൾ ഇതിപ്പം സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് പ്രശ്നമില്ല. നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ A×B പിന്നെ ഇത് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് റോ എലമെൻറ്റ്സിനെ കൊണ്ട് ഫസ്റ്റ് കോളം എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സം ആഡ് ചെയ്ത് എഴുതുന്നു. കണ്ടോ? 2 × 1 + 4 × -2. അതേപോലെ 2 × 3 + 4 × 5. then 3 × 1 + 2 × -2. then 3 × 3 + 2 × 5. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇനി BAയും കാണാം. BA കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 11, 10, 11, 2. ഇത് നമുക്ക് 7th ക്വസ്റ്റ്യൻ ആണ് 3.2-ൽ ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് X and Y if X + Y = 7025 and X - Y = 3003. പിന്നെ ആദ്യം ഫസ്റ്റ് പോർഷൻ നമുക്ക് ചെയ്യാം. 2 പോർഷൻസ് ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനും ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. X + Y = this one and X - Y = this one.
അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ 7025 എന്ന്. അപ്പോൾ ഇക്വേഷൻ 1 ആയിട്ട് എഴുതി. എക്സ് മൈനസ് വൈ ഇതൊന്നും തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് പിന്നെ അതായത് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും ഓരോ ഇക്വേഷൻസ് ആയിട്ട് എഴുതി. ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും എഴുതി. എന്നിട്ട് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്കിവിടെ 2x എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ 2x. അപ്പോൾ 2x = നമ്മുടെ ഈ തന്നിരിക്കുന്ന മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതുന്നു. അപ്പം 2x നമുക്ക് ഇങ്ങനെ കിട്ടി. അതിൽ നിന്ന് എക്സിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. അതിന് ഓരോ എലമെൻറ്റിനെ 2 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് എക്സ് കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വൈ കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിനെ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. സബ്ട്രാക്റ്റിംഗ് 2 ഫ്രം ഇക്വേഷൻ 1. ദെൻ വി വിൽ ഗെറ്റ് എത്ര 2y എന്ന് കിട്ടുന്നു. ഈ ഇക്വേഷൻ LHS സൈഡിൽ 2y എന്ന് കിട്ടുന്നു. 2y നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. 2y കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് y കാണുന്നു. ഓക്കെ. അപ്പം എക്സ് എന്താണ്? 5014. y = 2011. 7th ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണിത്. അതും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ 2x + y = 2340, 3x + 2y = 2 - 2 1 - 1 5. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ആദ്യം ഈ രണ്ട് ഇക്വേഷനെ ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് x + y = 5x + 5y എന്ന് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ എക്സ് എക്സും വൈയും ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ x + y എടുക്കുന്നു. x + y = 1/5 × 4 315 എന്ന് കിട്ടുന്നു. അതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇനി സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം 2 വി ഗെറ്റ് എന്ത് കിട്ടുന്നു? 3x + 2y - 2x + 3y. അവിടെ x മൈനസ് വൈയും കിട്ടുന്നു. x മൈനസ് വൈ നമുക്ക് 0 - y 5 എന്നും കിട്ടുന്നു. അപ്പം നമുക്ക് ഫൈനലി നമുക്ക് x + വൈയുടെയും x മൈനസ് വൈയുടെയും രണ്ട് മെട്രിക്സസ് ആണ് കിട്ടുന്നത്. x + y ആൻഡ് x മൈനസ് വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് മെട്രിക്സ് കിട്ടുന്നു. ഇതിനെ x + y = ഇത് തേർഡും ഇത് ഫോർത്തും ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഇനി അഗെയിൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. ഓക്കെ. അത് നമ്മൾ തൊട്ട് മുന്നേ ഫസ്റ്റ് പോർഷൻ ചെയ്തതുപോലെ തന്നെ എക്സും വൈയും കണ്ടുപിടിക്കാം. ഓക്കെ.